നമസ്കാരം. ഭൗമസൂചിക അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ നമ്മൾ മിക്കവാറും എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷേ അത് കൃത്യമായി എന്താണെന്ന് പലർക്കും അറിയില്ലായിരിക്കും. ഭൂമിയുടെ ഒരു പ്രത്യേക പ്രദേശത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വ്യത്യസ്ത ക്വാളിറ്റിയിലുള്ള ഒരു പ്രൊഡക്റ്റിന് നൽകുന്ന പദവിയാണ്. അതേ സാധനം മറ്റിടങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും ആ പ്രദേശത്ത് നിർമ്മിക്കുന്നത് അതിൻ്റെതായ പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് മാത്രം നൽകുന്ന പദവിയാണ് ഭൗമസൂചിക. ഇന്ത്യയിൽ 400-ലധികം സാധനങ്ങൾ ഈ പദവി ലഭിച്ചിട്ടുണ്ട്. അതിൽ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ തമിഴ്നാട്, കർണാടക, ഉത്തർപ്രദേശ് ഉണ്ടെങ്കിലും സംസ്ഥാനങ്ങളുടെ വലിപ്പം അനുസരിച്ച് നോക്കിയാൽ ഇന്ത്യയുടെ 1.5% മാത്രം ഭൂമിയുള്ള കേരളമാണ് ഏറ്റവും മുന്നിൽ. വാഴക്കുളം പൈനാപ്പിൾ, നിലമ്പൂർ തേക്ക്, കാസർഗോഡ് സാരി, ആലപ്പുഴ കയർ, പാലക്കാടൻ മട്ട, പയ്യന്നൂർ പവിത്രമോതിരം, അങ്ങനെ പോകുന്നു. കഴിഞ്ഞ വർഷം കേരളത്തിൽ നിന്നും 6 എണ്ണത്തിന് കൂടി പദവി ലഭിക്കുകയുണ്ടായി. അതിൽ ഒരെണ്ണമാണ് കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളി. കൊടുങ്ങല്ലൂരും സമീപ പ്രദേശത്തുമായി പറവൂർ, ആലങ്ങാട്, കരുമാലൂർ എന്നിവിടങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യുകയും ഡിസംബർ മുതൽ മെയ് വരെ ഇവിടെ മാത്രം ലഭ്യമാകുന്ന ഒരു വിചിത്ര ഉൽപ്പന്നമാണ് പൊട്ടുവെള്ളരി. ചില കായ്കൾ അമിതമായി മൂത്ത് കഴിയുമ്പോൾ പൊട്ടാറുണ്ട്. എന്നാൽ ഇതങ്ങനെയല്ല. മൂപ്പെത്തിയ കായ്കൾ പറിച്ച് 1, 2, 3 ദിവസത്തിനുള്ളിൽ അത് പഴുത്ത് സൂപ്പർ സോഫ്റ്റ് ആവുകയും പൊട്ടി തവിട് പൊടിയാവുകയും ചെയ്യും. മറ്റ് വെള്ളരി വർഗം പോലെ തന്നെ ഇതിന് പ്രത്യേകിച്ച് സ്വാദൊന്നും തന്നെയില്ല. പക്ഷേ ഇതിൽ പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര, ചിലർ അവിൽ, ചിലർ പഴം എന്നിവ ചേർത്ത് ചെറിയ തണുപ്പോടുകൂടി കഴിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ചൂടുകാലത്ത് പ്രകൃതി നൽകുന്ന ഒരു വിചിത്ര വിഭവം തന്നെയാണ് പൊട്ടുവെള്ളരി. കൊടുങ്ങല്ലൂർ, പറവൂർ പ്രദേശത്തു കൂടി കടന്നു പോകുമ്പോൾ നിറയെ കച്ചവട സ്ഥാപനങ്ങൾ കാണാം. ഉടൻ കഴിക്കാൻ പാകമായി പൊട്ടിയ വെള്ളരിയാണ് കിറ്റുകളിൽ തൂക്കിയിട്ടിരിക്കുന്നത്. നിങ്ങൾ ഇതിലെ കടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും വാങ്ങുക കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി അഥവാ സ്നാപ്പ് മെലൺ. 29 വർഷമായി പൊട്ടുവെള്ളരി കൃഷി ചെയ്യുന്ന വർഗീസ് ചേട്ടന്റെ തോട്ടത്തിലാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിനോട് ചോദിച്ചാൽ അത്രേ ഉള്ളൂ. നല്ല പച്ചപ്പായിട്ടും കായ്കളോട് കൂടിയിട്ടൊക്കെ കിടക്കുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി. അപ്പൊ അതെങ്ങനെയാ ചേട്ടാ അത് അതിന്റെ പാകം അറിയണത്? ചേട്ടന്റെ പരിചയമാണല്ലേ? അങ്ങനെ തട്ടി നോക്കുവോ? അല്ലാണ്ട് മഞ്ഞപ്പൊക്കെ വരും. ഓഹോഹോ, എല്ലാരും അങ്ങനെ മഞ്ഞപ്പെണ്ണം മണ്ട് എടുത്താലും കാര്യമില്ല. അത് ശരി. ചിലരൊക്കെ അതെ, അത് അതിന്റെ പരിചയം വെച്ചിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. ശരി ശരി. ഓഹോ മഞ്ഞപ്പൊക്കെ വന്നു. ഓ, അതപ്പ മൂത്ത് പഴുത്ത തുടങ്ങുന്നതിന്റെ ലക്ഷണമാണ്. ഇന്നോ നാളെ പൊട്ടും വേണമെങ്കിൽ. അത് നന്നായിട്ട് മൂത്തറുണ്ട്, പെട്ടെന്ന് പൊട്ടുന്ന ലക്ഷണം. അത് ചിലർക്ക് നല്ല ഭംഗി ഉണ്ടാവും. അതെ അതെ. അതെ അതെ, അതൊക്കെ അവിടെ നിന്ന് പൊട്ടും മൂത്ത് അല്ലേ? അപ്പോഴായിരിക്കും ഇപ്പുറത്ത് 3 കിലോ ഉള്ള ഒരു കായ പൊട്ടിപ്പോയി കഴിഞ്ഞാല് അതെ നമ്മുടെ പൈസ പോയി. ഇനി 2 മാസം ഉണ്ടാവും ഇത്. 2 മാസം ഒന്നും കിട്ടില്ല. ഇല്ല, ഒരു മാസം വിളവ് കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി 1-2 ട്രിപ്പ് എടുക്കാം. ഒരു 4 ട്രിപ്പ് 5 ട്രിപ്പ് അത്ര എടുക്കാം. അപ്പോഴത്തേക്കും അതിന്റെ കാലാവധി കഴിയും. ആളുകൾ ഇപ്പൊ കടയിലാണെങ്കിൽ ഏറ്റവും ഭംഗിയുള്ളത് നോക്കിട്ട് എടുക്കുള്ളൂ. ഭംഗിയുള്ളതും നല്ലതും മാത്രം മതി. ഇതേ ഇത് മൂത്തില്ലെങ്കിലും കാണാൻ. രാജൻ ചേട്ടന്റെ മെയിൻ ആളല്ലേ? കൃഷിയിലെ ചേട്ടനായിട്ട് സഹകരണമൊക്കെയാണ്.
ഇത് പേപ്പറിൽ പൊതിഞ്ഞു വെച്ചാണ് രണ്ടാം ദിവസം പൊട്ടി. എപ്പോഴും പേപ്പറിൽ വേണം പൊതിഞ്ഞു വയ്ക്കാൻ, കാരണം പൊട്ടിക്കഴിയുമ്പോൾ ഉള്ളിൽ നിന്ന് ജ്യൂസി ആയിട്ടുള്ള നനവ് പുറത്തേക്ക് വരും. കുരുവെല്ലാം മാറ്റി അതിൻ്റെ ദശ മാത്രമായിട്ട് സ്പൂണും കൊണ്ട് കോരിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് ആക്കുക. ദശ മുഴുവൻ പൂർണ്ണമായിട്ടും ചിരണ്ടി എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, വളരെ തിന്നായിട്ടുള്ള സ്കിൻ മാത്രമാണ് ബാക്കി വരുന്നത്. റോബസ്റ്റ പഴമാണ് കൂടുതൽ മാച്ചിങ് അല്ലെങ്കിൽ കൂടുതൽ സ്വാദ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ റോബസ്റ്റ പഴം ചേർക്കുന്നതും. അവനവന് ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് വീണ്ടും നന്നായി ഉടച്ച് കുറച്ച് നേരം മിക്സ് ചെയ്തുകൊണ്ടേയിരുന്നാൽ കുറച്ച് ജ്യൂസി ആയിട്ട് മാറും. ഐസ്ക്രീം ബൗളിലേക്ക് ഒഴിച്ച് അവനവന് ഇഷ്ടപ്പെട്ട ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ എന്ത് വേണമെങ്കിലും അതിൻ്റെ മുകളിൽ കൂടി ചേർത്ത് ചെറിയ തണുപ്പോടുകൂടി കഴിക്കാൻ ഗംഭീര ഒരു ഐറ്റമാണെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്.